പ്രമുഖ മാധ്യമ കമ്പനിയായ CNN എതിരെ മാനനഷ്ട കേസ് നൽകി മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിശ്വസനീയമായ വാർത്താ ഉറവിടം എന്ന ഖ്യാതി ഉപയോഗിച്ച് തനിക്കെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടത്തിയെന്നാണ് 29 പേജുള്ള പരാതിയിൽ ട്രംപ് ആരോപിക്കുന്നത്. തന്നെ അപകീർത്തിപ്പെടുത്തിയതിന് $47.5 കോടി നഷ്ടപരിഹാരം നൽകണമെന്നും പരാതിയിൽ പറയുന്നു. 2024 തിരഞ്ഞെടുപ്പിൽ താൻ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമോ എന്ന ഭയത്തിൽ CNN തനിക്കെതിരെ ക്യാമ്പയിൻ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് CNN-നെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. തന്നെ രാഷ്ട്രീയമായി നേരിടുന്നതിനും പരാജയപ്പെടുത്തുന്നതിനും CNN വിശ്വസനീയമായ മുഖ്യധാരാ മാധ്യമം എന്ന സ്വീകാര്യത ദുരുപയോഗം ചെയ്തുവെന്നും ട്രംപ് ആരോപിക്കുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് നേടിക്കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പ്രേക്ഷകരെ സ്വാധീനിക്കാനാണ് CNN ശ്രമിക്കുന്നതെന്നും ഫ്ലോറിഡയിലെ ജില്ലാ കോടതിയിൽ നൽകിയ 29 പേജുള്ള പരാതിയിൽ ട്രംപ് പറയുന്നു. തന്നെ അന്യായക്കാരനായി ചിത്രീകരിക്കാൻ ഉതകുന്ന പദപ്രയോഗങ്ങൾ CNN തുടരെ ഉപയോഗിക്കുന്നു. വംശീയ വിരോധി, റഷ്യൻ സേവകൻ, കലാപകാരി, ഹിറ്റ്ലർ തുടങ്ങിയ പദങ്ങൾ നിരവധി അവസരങ്ങളിൽ CNN ഉപയോഗിച്ചതായി ട്രംപ് എടുത്തു പറയുന്നു. 2022 ജനുവരിയിൽ ഫരീദ് സക്കറിയ അവതരിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ ജർമ്മൻ സ്വേച്ഛാധിപതിയായ ഹിറ്റ്ലറിനോട് ട്രംപിനെ ഉപമിക്കുന്ന തരത്തിലുള്ള ദൃശ്യവൽക്കരണം പരിപാടിയിൽ ഉൾപ്പെടുത്തിയെന്നും മാനനഷ്ട പരാതിയിൽ ട്രംപ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എന്നാൽ 2020 ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ജോ ബൈഡനോട് പരാജയപ്പെട്ട ട്രംപ് 2024 തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതായുള്ള ഒരു സൂചനയും ഇതുവരെ നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. തന്നെ അപകീർത്തിപ്പെടുത്തിയതിന് നഷ്ടപരിഹാരമായി $47.5 കോടി CNN നൽകണമെന്നും ട്രംപ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ട്രംപ് നൽകിയ പരാതിയെക്കുറിച്ച് പ്രതികരിക്കാൻ CNN ഇതുവരെ തയ്യാറായിട്ടില്ല. CNN മാത്രമല്ല, മറ്റ് പല മുഖ്യധാരാ മാധ്യമങ്ങളും തനിക്കെതിരെ അപകീർത്തികരമായ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടെന്നും പ്രസ്തുത മാധ്യമങ്ങളെ വരും ആഴ്ചകളിലോ മാസങ്ങളിലോ ആയി നിയമപരമായി നേരിടുമെന്നും ട്രംപ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.